നെതന്യാഹുവിൻ്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്താണ്? വിശാല ഇസ്രായേൽ. ഇസ്രായേൽ വിശാല ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ഇത് വെറും സങ്കല്പം മാത്രമാണ്. ഈ അബ്രഹാമിന് ദൈവം വാഗ്ദാനം കൊടുത്ത ഭൂമിക്ക് സർവേക്കല്ലുകളൊന്നും ഇട്ടിട്ടില്ല, അതിർവരമ്പുകളൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഈ ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം മുഴുവൻ പിടിച്ചെടുക്കാനുള്ള കനാൻ നാടെന്നും പലസ്തീൻ ദേശമെന്നും വാഗ്ദത്ത ഭൂമിയെന്നും ഒക്കെ പറയുന്ന ആ പ്രദേശം ഇതൊരു പ്രദേശമാണ്, ശരിയാണ്. പക്ഷേ കൃത്യമായ അതിർവരമ്പുകളില്ല. ഒരു അതിർവരമ്പെന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ കടലിൻ്റെ കിഴക്കൻ തീരമാണ്. പക്ഷേ ബാക്കി എവിടെയാണ് അതിർവരമ്പുകൾ? ഇന്നത്തെ ജോർദാൻ്റെ പ്രദേശം. അവരാണ് ബൈബിളിലൊക്കെ പറയുന്നത് അമ്മോന്യർ, മോവാബ്യർ. അതൊക്കെ ഇപ്പോൾ ജോർദാൻ എന്ന രാജ്യത്താണ്. അതുപോലെ സൗദി അറേബ്യയുടെ വടക്കൻ പ്രദേശം, അതുപോലെ മിസ്രൈം, അതായത് അത് ഈജിപ്റ്റാണ്. മിസ്രൈമിൻ്റെ കിഴക്കൻ പ്രദേശങ്ങൾ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈജിപ്തിലൂടെ ഒഴുകുന്ന നൈൽ നദിയുടെ കിഴക്കൻ തീരം മുതൽ ഇറാഖിലൂടെ ഒഴുകുന്ന യൂഫ്രട്ടീസ് നദിയുടെ പടിഞ്ഞാറൻ തീരം വരെയുള്ള വിശാല ഭൂമി. അതിൽ സിറിയയുടെ സിംഹഭാഗവും പെടും, ഇന്നത്തെ ജോർദാൻ പൂർണ്ണമായും പെടും, ഇന്നത്തെ ലെബനൻ പൂർണ്ണമായും ഉണ്ടാകും, ഇന്നത്തെ ഇസ്രായേലും പാലസ്തീനും, അതായത് വെസ്റ്റ് ബാങ്കും ഗാസയും ജെറുസലേമും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വരും, സൗദിയുടെ വടക്കൻ ഭാഗങ്ങൾ വരും, ഈജിപ്തിൻ്റെ വലിയ ഭാഗം വരും. ഇതെല്ലാം ചേർന്ന വിശാലമായ ഇസ്രായേൽ. ആ ഇസ്രായേൽ എന്ന സ്വപ്നം വിതച്ചുകൊണ്ടാണ് ഇസ്രായേലിലെ ഓരോ രാഷ്ട്രീയ കക്ഷിയും, ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പാർട്ടി മാത്രമല്ല, എല്ലാ പാർട്ടിയും എല്ലാ നേതാക്കളും മുന്നോട്ട് പോകുന്നത്. ആ ഒരു കാര്യം ഒരിക്കലും നടക്കില്ലായിരിക്കാം, പക്ഷേ അത് ഇസ്രായേലിലെ ഒരു ഐഡിയ എന്ന നിലയിൽ ഇസ്രായേലിനെ മുന്നോട്ട് നയിക്കുന്നു.